നമ്മളെല്ലാവരും പാപികളാണ്. നമ്മൾ ഒരു ശൂന്യമായ ഒരു സ്ഥലത്താണ് നാം എല്ലാവരും വസിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ് എന്ന് ചിലപ്പോൾ നാം കരുതുന്നു. പക്ഷെ നാം എന്തു ചെയ്യുന്നു? ചില കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാൽ അതിൽ കുടുങ്ങി നിത്യതയെക്കുറിച്ച് നമ്മൾ എന്തു ചെയ്തു? മറന്നു കളയുന്നു. അപ്പോൾ ഈ സന്ധ്യയിൽ നിങ്ങളുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലൊരു സംഭവത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 2 ശമൂവേൽ 4-ാം അധ്യായം. 2 ശമൂവേൽ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പ്രകാരം പറയുന്നു: ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലം മുടന്തനായിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണു മുടന്തനായിപ്പോയി. അവന് മെഫിബോശെത്ത് എന്ന് പേര്. തൻ്റെ അപ്പനായ യോനാഥാൻ തൻ്റെ വല്യപ്പൻ അല്ലെങ്കിൽ അപ്പുപ്പനായ ശൗല് മരിക്കുമ്പോൾ ഈ മെഫിബോശത്തിന് എത്ര വയസ്സായിരുന്നു? 5 വയസ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒരു കുട്ടി ആയിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ രാജാവ് കൊല്ലപ്പെട്ടാൽ പിൻഗാമികൾ അപകടത്തിലാവും. സോ ഇതറിഞ്ഞ ധാത്രി എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോയി. അപ്പോൾ ഈ ഓടുന്നതിനിടയിൽ കയ്യിൽ നിന്ന് താഴെ വീണ് ഈ 5 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് താഴെ വീണ് എന്തായി? മുടന്തനായി. നമുക്കറിയാം, ആദാമും ഹവ്വയും പാപം ചെയ്ത് നാം എല്ലാവരും മുടന്തരായി, നിർഗുണന്മാരും വിലയില്ലാത്തവരും ആയി. അപ്പോൾ ഓടുന്നതിനിടയിൽ കയ്യിൽ നിന്ന് താഴെ വീണു ഈ കുഞ്ഞെന്തായി? മുടന്തനായി. അപ്പോൾ നാം ഇത് പഠിക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 2 ശമൂവേൽ 9:1 അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഈ ദാവീദ് രാജാവ് അന്വേഷിച്ചതുപോലെ ദൈവം തൻ്റെ കൃപാസനത്തിൽ ഇരുന്ന് താഴേക്ക് നോക്കി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്: എൻ്റെ മകൻ യേശുവിനെ ഓർത്ത് ഞാൻ ആരോടെങ്കിലും കൃപ കാണിക്കേണ്ടതുണ്ടോ? ഈ സംഭവം അല്ലെങ്കിൽ ഈ ചരിത്രം നാം പഠിക്കുമ്പോൾ അവിടെ വേലക്കാരൻ പറഞ്ഞു 4ഉം 5ഉം. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് ലോദിബാറിൽ അമിയേലിൻ്റെ മകനായ മഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സിബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദിബാറിൽ അമിയേലിൻ്റെ മകനായ മഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? വേഗം പടയാളികളോട് രഥം കൂട്ടാൻ പറഞ്ഞു. അവനെ കൊണ്ടുവരുവാൻ, ആരെ? മെഫിബോശത്തിനെ കൊണ്ടുവരുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അപ്പോൾ ദൈവം ചുമ്മാ ഇരിക്കുന്ന ഒരു ദൈവമല്ല, ചുമ്മാ ഇരുന്ന് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നമ്മുടെ കരച്ചിൽ കേട്ട് നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്നത്. മെഫിബോശത്തിന് എന്ത് ചെയ്തു? കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ തളർന്ന് കിടന്നു മുടന്തനായ അവസ്ഥയിൽ ആ ഒരു നിർഗുണ രൂപത്തിൽ കുനിഞ്ഞ ഒരു ശിരസ്സുമായി നിന്ന് ചോദിച്ചു, എന്നെ പോലെ ഒരു ചത്ത നായ് തുല്യനായ ഒരുത്തനോട് ദയ തോന്നാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ഈ ചത്ത നായുടെ അർത്ഥം ഞാൻ തിരഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത്, ചത്ത നായ എന്ന് പ്രയോഗിക്കുന്നത് സ്വയ പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. ദാവീദ് രാജാവ് പറഞ്ഞു, മെഫിബോശത്ത്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന എല്ലാവരെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന് മെഫിബോശത്ത് ഉത്തരം പറഞ്ഞു, ഇതാ അടിയൻ. ദാവീദ് രാജാവ് അവനെ വിളിച്ചപ്പോൾ എന്തു പറഞ്ഞു? ഇതാ അടിയൻ അങ്ങയുടെ ദാസൻ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം നമ്മളെ വിളിച്ചാലും
എന്നെയും നിങ്ങളെയും വിളിച്ചാലും മെഫിബോശത്തിനെ പോലെ ഇതാ അടിയൻ അങ്ങയുടെ ദാസൻ എന്ന ഉത്തരം നമ്മളിൽ നിന്നും ഉണ്ടാകുമോ? നമ്മളിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എത്ര കൃപാലുവായ ഒരു രാജാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിലുപരി എത്ര കൃപാലുവായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദാവീദ് രാജാവ് പറഞ്ഞു, നിൻ്റെ വല്യപ്പൻ അതായത് ശൗൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എങ്കിലും നിൻ്റെ അപ്പൻ അതായത് യോനഥാൻ എൻ്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് നിൻ്റെ വല്യപ്പൻ്റെ സകലവും നിനക്ക് ഞാൻ തിരികെ തരും എന്നാര് വാഗ്ദത്തം നൽകി? ദാവീദ് രാജാവ് മെഫിബോശത്തിനോട് പറഞ്ഞില്ലെങ്കിൽ വാഗ്ദത്തം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ സഖിയാണ്. ഇസ് ക്രൈസ്റ്റ് യുവർ ഫ്രണ്ട് എങ്കിൽ പാപത്താൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നമുക്ക് തിരികെ തരും. ഇത് കേട്ടപ്പോൾ മെഫിബോശത്തിന് എന്തായി? കൂടുതൽ വിനയത്വനായി. ഹി ബിക്കേം മോർ ഹംബിൾ. മെഫിബോശത്ത് ബിക്കേം മോർ ഹംബിൾ. താഴ്മയോടെ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം നമ്മെ ഉയർത്തും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം മെഫിബോശത്ത് എന്ത് ചെയ്തു? ഒരിക്കൽ അവൻ യെരൂശലേമിലായിരുന്നു. എന്നാൽ ആ ധാത്രിയോടൊപ്പം ഓടി അവൻ വീണു മുടന്തനായി. അവൻ എവിടെയായിരുന്നു? ലോദിബാർ എന്നൊരു സ്ഥലത്തായിരുന്നു. ശൂന്യമായ ഒരു സ്ഥലത്തായിരുന്നു മെഫിബോശത്ത്. അപ്പോൾ ദാവീദ് രാജാവ് അന്വേഷിച്ചപ്പോൾ മെഫിബോശത്തിനെ കൊണ്ടുവന്നു. മെഫിബോശത്തിനെ എവിടെ തിരികെ കൊണ്ടുവന്നു? യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ ലോദിബാറിൽ വെറും മുടന്തനായി അവൻ ജീവിച്ചു. യോനഥാൻ കാരണം ലോദിബാറിൽ അവൻ വീണ്ടും യോനഥാൻ കാരണം ലോദിബാറിൽ നിന്നും വീണ്ടും സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് അവൻ വന്നു. അവൻ്റെ പഴയ കാലം പാപത്തിൽ വീണതായിരുന്നു. ലോദിബാറിൽ ജീവിച്ച ആ ശൂന്യമായ സ്ഥലത്ത് അവൻ ജീവിച്ചു. മെഫിബോശത്ത് യേശുവിനെ ഓർത്ത് നമ്മെയും ദൈവം ഒന്നുമില്ലായ്മയുടെ ഈ ലോദിബാറിൽ നിന്നും വിളിച്ച് ഈ നമ്മുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നു. ദൈവം മഹത്വ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെയും യഥാസ്ഥാനപ്പെടുത്തും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഒരിക്കൽ ആ നഷ്ടമായ നിത്യജീവിതം കർത്താവിനെ സഖിയായി തിരഞ്ഞെടുത്താൽ നമുക്കത് തിരികെ ലഭിക്കും. കർത്താവ് നമുക്കായി പണിയുന്ന ആ പുതിയ യെരൂശലേമിൽ നാം നിത്യകാലം വസിക്കും. ദൈവവുമായി നിത്യവും വസിക്കുകയും നിത്യജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ കഴിച്ച് സുവർണ വീഥികളിലൂടെ നാം നടക്കും. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നിത്യകാലം നാം വസിക്കും. മെഫിബോശത്ത് ലോദിബാർ എന്ന ആ സ്ഥലം ഒന്നുമില്ലായ്മയുടെ നാട്ടിൽ നിന്ന് രാജാവിൻ്റെ നഗരത്തിൽ, ആ കൊട്ടാരത്തിൽ രാജാവിനോടൊപ്പം എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്നെന്താണ് നമ്മുടെ ജീവിതമായിരിക്കുന്നത്? മെഫിബോശത്തിനെ പോലെ നമ്മെയും ദൈവം വിളിക്കുന്നില്ലയോ? ഉറപ്പായിട്ടും ദൈവം നമ്മെ വിളിക്കുന്നു. എന്താണ് നമ്മുടെ പ്രതികരണം? ഇതാ അങ്ങയുടെ ദാസൻ എന്ന ഉത്തരം ദൈവം കേൾക്കുമോ നമ്മളിൽ നിന്ന്? ദൈവം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു ലോദിബാർ വിടുവാൻ, അതായത് ഈ ശൂന്യമായ സ്ഥലത്ത് വിടുവാൻ. നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് അവൻ ക്ഷണിക്കുന്നു. പക്ഷെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ഞാനും ലോദിബാർ വിടാൻ തയ്യാറാണോ? താൽക്കാലിക ഭവനം വിട്ട് ഉയരുവാൻ നാം തയ്യാറാണോ? ചോദ്യം നിങ്ങളുടെ മുൻപിൽ. ആ ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഉയരുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ചോദ്യം ഇപ്രകാരം: നിങ്ങൾ ലോദിബാർ വിടാൻ തയ്യാറാണോ?
താൽക്കാലിക ഭവനം വിട്ട് ഉയരുവാൻ നാം തയ്യാറാണോ? ചോദ്യം നിങ്ങളുടെ മുൻപിൽ, ഈ ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഉയരുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.